ഗോസിപ്പ് എന്നാൽ എന്താണ്? മറ്റൊരാളെ പറ്റിയിട്ട് ഒരു മോശം ഇൻറ്റൻഷനോടെ, ഒരു മോശം ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒരു സത്യം പറയുന്നതിനെയാണ് ഗോസിപ്പ് എന്ന് പറയുന്നത്. പലപ്പോഴും അത് സത്യമായിരിക്കാം, നമ്മൾ പറയുന്ന കാര്യം സത്യമായിരിക്കാം. അവിടെ നമ്മുടെ ഇൻറ്റൻഷൻ ശുദ്ധമല്ല, നമ്മുടെ ഉദ്ദേശം ശുദ്ധമല്ല. അതാണ് പ്രശ്നം. നമ്മൾ ഉദ്ദേശശുദ്ധിയില്ലാതെ പറയുന്ന ഒരു സത്യം, പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെ പറ്റിയിട്ട് നമ്മൾ ഉദ്ദേശശുദ്ധിയില്ലാതെ പറയുന്നൊരു സത്യം ഒരു നുണയേക്കാൾ ഭയാനകമാണ്. പലപ്പോഴും നമ്മളതിനെ ന്യായീകരിക്കുന്നത് സത്യമല്ലേ, അത് ശരിയല്ലേ പറഞ്ഞത് എന്നുള്ളത് പറഞ്ഞിട്ടാണ് ന്യായീകരിക്കുന്നത്. നമ്മൾ പറയുന്ന സത്യങ്ങൾ എപ്പോഴും നമ്മളെയും മറ്റുള്ളവരെയും സ്വതന്ത്രരാക്കുന്നതായിരിക്കണം. ഈ ഭൂമി ഒരു നല്ല ബെറ്റർ പ്ലാനറ്റ് ആവാൻ, ഒരു നല്ലൊരു വാസസ്ഥലമാവാൻ വേണ്ടിയിട്ട് നമ്മളുടെ എല്ലാവരുടെയും ചിന്തകളുടെ പ്യൂരിറ്റി, ചിന്തകളുടെ നിഷ്കളങ്കത, ചിന്തകളുടെ ഭംഗി ഒരുപാട് ആവശ്യമാണ്. അപ്പോൾ അപ്രിയമായൊരു സത്യം പറയാതിരിക്കുന്നതല്ലേ നല്ലത്, നമ്മെപ്പറ്റിയായാലും മറ്റുള്ളവരെ പറ്റിയായാലും. ഇതിന് വേറൊരു വശമുണ്ട്. നമ്മളെ പറ്റിയിട്ട് സത്യമാവണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് ഈ നിമിഷത്തിൽ നുണയാണെങ്കിൽ തന്നെയും നമ്മളത് റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാൻ സന്തോഷവാനാണ് എന്ന് നമ്മൾ റിപ്പീറ്റഡായിട്ട് പറയുമ്പോൾ ഈ നിമിഷം അത് ചിലപ്പോൾ നമുക്ക് സത്യമല്ല എന്ന് തോന്നിയേക്കാം. പക്ഷേ അതാണ് നമുക്ക് വേണ്ട സത്യമല്ലേ. അപ്പോൾ അത് റിപ്പീറ്റഡായിട്ട് പറയാം. പിന്നെ സത്യമല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അതാണ് സത്യം. കാരണം നമ്മളുടെ ഉള്ളിലെ ആത്മാവ് സമാധാനമുള്ളതാണ്. നമ്മുടെ ഉള്ളിലെ ആത്മാവ്, നമ്മളാകുന്ന ആത്മാവ് സന്തോഷമാണ്. നമ്മളാകുന്ന ആത്മാവ് സ്നേഹമാണ്. നമ്മളാകുന്ന ആത്മാവ് സത്യമാണ്. നമ്മുടെ ഈ ശരീരത്തിനാണ് ഈ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വേദനകളൊക്കെ ഉള്ളത്. ആത്മാവ് എപ്പോഴും സന്തോഷമാണ്, സത്യമാണ്, സമാധാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട സത്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ആരെയും നോവിക്കാതിരിക്കുക. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ. ബൈ.